കാരണം സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന് പറയുമ്പോൾ കേരളത്തിൽ എത്രത്തോളം സ്ത്രീകൾക്ക് BJP പരിഗണന നൽകുന്നുണ്ട് എന്നതൊരു ചോദ്യം തന്നെയാണ്. കാരണം 2 ലക്ഷത്തോളം സ്ത്രീകൾ പങ്കെടുക്കുമ്പോൾ ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾ തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം കേരളത്തിലെ BJPയുടെ ഒരു പ്രധാന വനിതാ മുഖമാണ്. അവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വേദിയിലുണ്ടാകുമോ? എന്തായാലും CV അനുമതിയിലേക്ക് പോകാം ശോഭാ സുരേന്ദ്രനോടൊപ്പം. ഗുഡ് മോർണിംഗ് ടോം. ഞാൻ നിൽക്കുന്നത് ശോഭാ സുരേന്ദ്രന്റെ കൂടെയാണ്. ഇപ്പോൾ നരേന്ദ്രമോദി തൃശ്ശൂരിലേക്ക് എത്തുന്നു. തൃശ്ശൂർ മുൻപൊന്നും കാണാത്ത രീതിയിൽ ഒരു പൂരത്തിനെന്നവണ്ണം ഒരുങ്ങി നിൽക്കുകയാണ്. എന്തൊക്കെയാണ് താങ്കളുടെ പ്രതീക്ഷകൾ? നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനവും അതേപോലെ അദ്ദേഹത്തിന്റെ പ്രസംഗമൊക്കെ എങ്ങനെയാണ് പ്രതീക്ഷകൾ? ഞാൻ മാത്രമല്ല, കേരളമാകെ ശ്രീ നരേന്ദ്രമോദിയുടെ അദ്ദേഹത്തിന്റെ ഈ വരവിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. കാരണം നമ്മൾ ഇന്ന് എത്തിപ്പെട്ടിട്ടുള്ളത് അതിഭയാനകമായിട്ടുള്ള ഒരവസ്ഥയിലാണ്. ഒരുപക്ഷെ ശ്രീലങ്ക തകർന്നടിയുന്നത് കാണാൻ വിധിക്കപ്പെട്ട ഒരു ലോകത്ത് നിന്നുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ കേരളം എന്ന് പറയുന്നത് വിദ്യാസമ്പന്നരും സാംസ്കാരിക മേഖലയിൽ ഏറെ അവരുടേതായിട്ടുള്ള സബര്യകൾ നടത്തിയവരും അതുപോലെ തന്നെ ഏറെ വിദ്യാഭ്യാസമുള്ള കുട്ടികളും ഒക്കെയുള്ള നമ്മുടെ നാട്ടിൽ നിന്ന് 1,70,000-ഓളം കുട്ടികൾ ഇവിടെ നിന്ന് പലായനം ചെയ്യപ്പെടുന്ന ഒരു നാട്ടിലേക്ക്, നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക് ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ലോകത്തെ വരെ ഭാരതത്തിൽ എങ്ങനെ ഇത് സാധിക്കുന്നു എന്ന് ചിന്തിപ്പിച്ച ആ ഒരു മനുഷ്യൻ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ തൃശ്ശൂർ ജില്ലയിലേക്ക് വരുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നോക്കിക്കാണുകയാണ്. നോക്കൂ, ഇന്നലെ രാത്രി 11:30 വരെയും വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ, അതിൽ അധ്യാപികമാരുണ്ട്, അതുപോലെ തന്നെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഞങ്ങൾക്ക് മോദിയെ കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് അവർ വിളിക്കുകയാണ്. അപ്പോൾ ഒരു പാസ് കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് വിളിക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോയി ഇങ്ങനെ ഒരു പരിപാടി, ഭാരതീയ ജനതാ പാർട്ടിയുടെ പരിപാടിയിൽ പങ്കെടുക്കൂ എന്ന് പറഞ്ഞ കാലമുണ്ടായിരുന്നല്ലോ. അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് മുൻനിരയിൽ വിശിഷ്ടാതിഥികൾക്ക് ഇരിക്കാനുള്ള അതിന് ആവശ്യമായിട്ടുള്ള ഒരു ഞങ്ങൾക്കും ഇരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചിന്തിക്കാത്ത മേഖലയിൽ നിന്നുള്ള സ്ത്രീകൾ നമ്മുടെയൊക്കെ നമ്പർ തപ്പിയെടുത്ത് അവർ വിളിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത്ര കണ്ട് ഈ മനുഷ്യരുടെ മനസ്സിനകത്തേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്തിക്കഴിഞ്ഞു എന്നുള്ളതല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇന്ന് തൃശ്ശൂർ പേരൂരിലേക്ക് വരുമ്പോൾ അവിടെ എത്രയോ സ്ത്രീകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് കേരളത്തിന്റെ തനത് കലാരൂപമായിട്ടുള്ള തിരുവാതിരക്കളി സ്ത്രീകളുടെ, അതായത് അതിന് പ്രത്യേകമായിട്ടുള്ള ചില തിരുവാതിര എന്ന് പറയുന്നത് തന്നെ ഒരു സ്വാതന്ത്ര്യത്തിന്റെ, വളരെയേറെ സ്വാതന്ത്ര്യത്തിന്, അതായത് പാതിരാപ്പൂജ ഓടുന്നതും റോഡിലൂടെ നടക്കുന്നതും കുളത്തിലേക്ക് ഒറ്റയ്ക്ക് കുളിക്കാൻ പോകുന്നതും അമ്മമാർ ഒരുമിച്ചിരിക്കുന്നതും ഇതിനെല്ലാം തന്നെ ഒരു സ്ത്രീ ശക്തി സംഗമം, പ്രകൃതി പുരുഷ സംഗമത്തിന്റെ ഒരു ലയനമുള്ള ഒരു വിശേഷമുള്ള ഒരു കളിയാണ് തിരുവാതിര എന്ന് പറയുന്നത്. ആ തിരുവാതിര ഇദ്ദേഹത്തിന്റെ വരവോടനുബന്ധിച്ചുകൊണ്ട് കളിക്കാൻ സ്വമേധയെ തയ്യാറായിക്കൊണ്ട് തിരുവാതിര ട്രൂപ്പുകൾ പറയുന്നു. അവരെല്ലാം ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഞങ്ങൾക്കത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്നു. അതിനുശേഷം ഇന്നലെ പ്രഗത്ഭനായിട്ടുള്ള മേള കലാകാരന്മാരുടെ നേതൃത്വത്തിലുള്ള ഒരു ചെറിയ ഒരു പൂരം എന്ന് പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും ഒരു മിനി താളം ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നു, ഒരു കേളി അവതരിപ്പിക്കാൻ സാധിക്കുന്നു. അദ്ദേഹം അങ്ങനെ വരുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വലിയ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് 1 2 3 തവണ ജനം ഹൃദയത്തിൽ സ്വീകരിച്ച ഒരു മനുഷ്യൻ. അതിനുശേഷം ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിട്ട് ഇദ്ദേഹം മതിയെന്ന് പാർട്ടി തീരുമാനിക്കുന്നതിന് മുൻപ്, അതാണ് ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രസ്ഥാനം തീരുമാനിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് മോദിയെ വേണമെന്നുള്ളത് ഈ രാജ്യത്തെ ജനം സ്വീകരിച്ചുകൊണ്ട് നമോ മോദി എന്നുള്ള ഒരു ക്യാമ്പയിൻ നടന്നതിന് ശേഷമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ കമ്മിറ്റി പോലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ രാജ്യത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് വാക്ക് മാത്രമായിരുന്നു നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി. എന്താണ് വാക്ക്? ഞാൻ നിങ്ങളെ സുരക്ഷിതമായി സംരക്ഷിക്കും, ഞാൻ
ഞാൻ ഈ രാജ്യത്തെ നോക്കും, ഞാൻ ഈ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിക്കും. ഇതായിരുന്നു അദ്ദേഹം. പക്ഷേ ഇന്നതല്ല. ഇന്ന് വിശ്വാസമാണ് നരേന്ദ്രമോദിജി, ജനങ്ങളുടെ വിശ്വാസം. അപ്പം നരേന്ദ്രമോദിജി ഒരു വാക്ക് പറഞ്ഞാൽ, അത് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ സൂചിപ്പിച്ചാൽ, അത് എത്രയും പെട്ടെന്ന് ഇംപ്ലിമെന്റ് ആക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലേക്ക് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ജനതയുടെ സ്നേഹമാണ് അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുള്ളത്. മഹിളാ സമ്മേളനത്തിലാണ് 2 ലക്ഷത്തിലേറെ വനിതകളെ ആണ് ഇതിൽ പങ്കെടുപ്പിക്കുന്നത്. BJPയുടെ ഒരു വനിതാ മുഖമാണ് ശോഭശ്രീ. കാലങ്ങളായിട്ട് നമ്മൾ എല്ലാ വേദികളിലും കാണുന്നുണ്ട്. ഒരുപാട് കേന്ദ്ര നേതാക്കളുടെ വേദി പങ്കിട്ട അനുഭവമുണ്ട്. ഇന്നും നരേന്ദ്രമോദിയുടെ കൂടെ വേദിയിലുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംസാരിക്കാനുള്ള അവസരമുണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെ കാണുന്നു വ്യക്തിപരമായിട്ട് ഈ ഒരു സാഹചര്യം? അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെയധികം സംഘടനയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ നിരീക്ഷിക്കുന്ന ഒരാളാണ്. ഒരുപക്ഷെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ ഘടകത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സംഘടനാ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലൂടെ ഇപ്പൊ അദ്ദേഹത്തിന് പോകാൻ സാധിക്കില്ല. കാരണം ഏറെ ജോലികളിൽ വ്യാപൃതമായിക്കൊണ്ട് എപ്പോഴും അദ്ദേഹം പറയും, അധികാരത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ അതൊരു MLA ആകട്ടെ, MP ആകട്ടെ, മന്ത്രിയാകട്ടെ, മുഖ്യമന്ത്രിയാകട്ടെ, പ്രധാനമന്ത്രിയാകട്ടെ, പിന്നെ പാർട്ടിക്കാരുടെ നേതാവല്ല, പിന്നെ ജനങ്ങളുടെ ലീഡറാണ്. അപ്പൊ ആ ജനങ്ങളുടെ ലീഡറായിട്ട് അധികാരത്തിൽ ഇരിക്കുന്നവർ മാത്രം മാറിയാൽ പോരാ, ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്നവരും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ മീഡിയേറ്റർമാരാകണം എന്നുള്ള ഒരു വലിയ പാഠം അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ തന്നെ 6 വർഷത്തോളം അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാനും അദ്ദേഹത്തിന്റെ BJPയുമായിട്ടുള്ള അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് എല്ലാവരെയും നല്ല രീതിയിൽ നിരീക്ഷിക്കാനും പരിശോധിക്കാനും ഒക്കെ സാധിക്കുന്ന അസാമാന്യമായിട്ടുള്ള വൈദഗ്ധ്യമുള്ള ഒരാളാണ്. പാലക്കാടിലെ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് എല്ലാ സ്ഥാനാർത്ഥികളെയും ചേർത്തുകൊണ്ട്, കേരളത്തിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പാലക്കാടിലെ മുഴുവൻ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ ചേർത്തുകൊണ്ടുള്ള ഒരു യോഗം അത് പാലക്കാട് നടക്കുകയുണ്ടായി. അപ്പൊ അതിനകത്ത് അദ്ദേഹം വരുന്നതിന് മുൻപ് അഡ്വാൻസ് പ്രസംഗം നടത്താൻ എനിക്കൊരു അവസരം ഉണ്ടായിരുന്നു. അപ്പൊ ഈ എനിക്കറിയില്ലായിരുന്നു അഡ്വാൻസ് പ്രസംഗം നടത്തുന്നത് എവിടെയോ ഇരുന്നുകൊണ്ട് മറ്റുള്ള വലിയ നേതാക്കന്മാർ നിരീക്ഷിക്കുന്നുണ്ട് എന്നൊന്നും അറിയില്ല. നമ്മളങ്ങനെ പ്രസംഗിച്ചു പോവുകയാണ്. അപ്പോൾ വേദിയിലേക്ക് വരാൻ ഒരല്പം നേരം വൈകി, പ്രസംഗം വളരെ നീണ്ടു. ഏതാണ്ട് 1 മണിക്കൂർ സമയത്തോളം ഞാൻ അഡ്വാൻസ് പ്രസംഗം നടത്തി എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ പിന്നീട് ഒരിക്കൽ ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ വെച്ച് കണ്ട സമയത്ത് എങ്ങനെ ഇത്ര സമയം പ്രസംഗിച്ചു എന്നുള്ള ഒരു ചോദ്യം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് കേട്ട സമയത്ത്, അന്ന് ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി ശ്രീ രാംലാൽജിയാണ്. അപ്പൊ രാംലാൽജി പറയുകയാണ്, ഇത് ശോഭയാണ് അവിടെ അഡ്വാൻസ് പ്രസംഗം നടത്തിയത് എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ്, ഞാൻ അത് കേട്ടിട്ടുണ്ട്, എങ്ങനെയാണ് ഇത്ര സമയം പ്രസംഗിച്ചത്, അത് നമുക്കുള്ള ഒരു സർട്ടിഫിക്കറ്റാണ്, നമുക്ക് വളരെയധികം സന്തോഷം തോന്നും. അത് കഴിഞ്ഞ് പിന്നീട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത്, കഴക്കൂട്ടം ഞാൻ മത്സരിച്ചു. അന്ന് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആദ്യം എത്തുന്നത് തിരുവനന്തപുരത്താണ്. അപ്പൊ തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്ത് തന്നെ ഈ ഒരു പരിപാടി വരികയാണെങ്കിൽ അത് വളരെയധികം സന്തോഷമുണ്ട് എന്ന് മനസ്സിനകത്തൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. അതെന്താണ്? അത് എല്ലാ വ്യക്തികൾക്കും ഉള്ളതുപോലെ തന്നെ ഞാൻ മത്സരിക്കുന്ന എന്റെ മണ്ഡലത്തിലുള്ള ഒരു സ്ഥലത്ത് വരണമെന്നുള്ള, ശരിക്കും അങ്ങനെ ചിന്തിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഞാൻ തുറന്നു പറയട്ടെ, എനിക്ക് തോന്നി എന്റെ നിയോജക മണ്ഡലത്തിൽ മോദിജി വരുമോ എന്നുള്ള ഒരു ചിന്തയും അതിനുള്ള ഒരു ആഗ്രഹമൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെ സംഭവിച്ചു. അവിടെ എല്ലാ സ്ഥാനാർത്ഥികളെയും, തിരുവനന്തപുരത്തും നേമത്തും ഒക്കെയുള്ള മുഴുവൻ സ്ഥാനാർത്ഥികളെയും അവിടെ തന്നെയാണ് വിളിച്ചു കൂട്ടിയത്. അപ്പൊ ആ യോഗം നടക്കുന്ന സമയത്ത് ഞാൻ കൊണ്ടുവന്നത് ഒരു വലിയ മാലയായിരുന്നു. അത് നിറയെ പൂക്കൾ നിറഞ്ഞിട്ടുള്ള ഒരു മാലയായിരുന്നു. അപ്പൊ ആ സമയത്ത് ഈ കൊറോണയുടെ തരംഗത്തിൽ നിന്ന് നമ്മളൊന്നും വേറിട്ടിട്ടില്ല. അപ്പൊ SPGയുടെ അന്നത്തെ ഹെഡ് എന്ന് പറയുന്നത് പഴയ മലപ്പുറം ജില്ലയുടെ SP ആയിരുന്നിട്ടുള്ള ശ്രീമാൻ അരുൺകുമാർ സിൻഹാജി ആയിരുന്നു. ഇപ്പോ വേദനയുണ്ട്, അദ്ദേഹം മരണപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ SPGയുടെ ഹെഡായിട്ട് പുതിയ ആളുകൾ ചാർജ് എടുത്ത ഒരു കാലാംശത്തിലാണ് അദ്ദേഹം വീണ്ടും വരുന്നത്. അപ്പോൾ ആ ഒരു വേദിയിലേക്ക് ഞാൻ ഈ പൂക്കളുമൊക്കെ ആയിട്ട് കടന്നു വരുമ്പോൾ എന്റെ മനസ്സിലുള്ള ഒരു പ്രതീക്ഷ എന്താണ്? തീർച്ചയായിട്ടും കഴക്കൂട്ടത്തെ സ്ഥാനാർത്ഥിയാണല്ലോ, അപ്പൊ സ്ഥാനാർത്ഥിയുടെ കയ്യിലുള്ള ഈ മാല അകത്തേക്ക് എന്നോടൊപ്പം കയറ്റിവിടുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ എന്ത് സംഭവിച്ചു? അവർ പറഞ്ഞു, ഇത് കൊറോണയുടെ തരംഗമുള്ളത് കൊണ്ട് മോദിജി അദ്ദേഹത്തിന്റെ കഴുത്തില് ഇപ്പോൾ മാല ആരും അണിയിക്കുന്നില്ല, അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളുമായിട്ട് സഹകരിക്കണമെന്ന് പറയുകയുണ്ടായി. അപ്പൊ ഈ കൊണ്ടുവന്ന മാല അവിടെ തന്നെ നിൽക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈകളിലേക്ക് കൊടുത്തിട്ട് ഞാൻ സ്റ്റേജിലേക്ക് വരികയാണ്. എന്റെ കയ്യിലൊരു ഷാള് പോലുമില്ല, കൊടുക്കാൻ ഒരു പുസ്തകം പോലുമില്ല. അപ്പൊ മനസ്സിനകത്തൊരു വേദനയുണ്ടായി. അങ്ങനെ മുതിർന്ന മുഴുവൻ നേതാക്കന്മാരും അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഷാൾ അണിയിക്കുകയുണ്ടായി. അപ്പൊ അത് കഴിഞ്ഞ് പരിപാടിക്കിടയിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ കൂടി അറിഞ്ഞു എന്നുള്ളതാണ്. അപ്പോ ഇറങ്ങി പോകുന്ന സമയത്ത് ഒരു ആക്ഷനാണ്,
ഒപ്പം ചെല്ലാനായിട്ട്. വേറെ ആർക്കും അത് കാണാൻ സാധിച്ചില്ല. ഞാൻ ഒപ്പം ചെല്ലാൻ പറഞ്ഞതനുസരിച്ച് ഞാൻ ചെല്ലുന്ന സമയത്ത് നമ്മുടെ ഇന്നത്തെ പശ്ചിമ ബംഗാളിന്റെ ഗവർണർ ശ്രീമാൻ ആനന്ദ് ബോസ് സാറുമായിട്ട് അദ്ദേഹം പിറകിലെ ആ ടെന്റിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. അപ്പൊ ആ സംസാരിക്കുന്നതിനിടയിലേക്ക് എന്നെയും വിളിച്ചു. ഞാൻ എത്തി അവിടെ ചെന്ന് ഒരു മിനിറ്റ് നിന്നപ്പോ ശോഭക്ക അങ്ങനെ എന്നെ വിളിക്കുകയാണ്. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ എന്നോട് ചോദിച്ചു, ഷാൾ ഇടാൻ പറ്റിയില്ല അല്ലേ എന്നാണ് ചോദിച്ചത്. അപ്പൊ അതൊക്കെ ഒരു വലിയ അനുഭവമാണ്. അങ്ങനെ ഷാൾ ഇടാൻ സാധിക്കാത്ത ഞാൻ ഇങ്ങനെ കൈ കെട്ടിയിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നുകൊണ്ട് ഒരു ഫോട്ടോ പ്രധാനമന്ത്രിയുടെ ടീമിലുള്ള ഫോട്ടോഗ്രാഫറെ കൊണ്ട് എടുപ്പിച്ച് അത് ഡൽഹിയിൽ നിന്ന് എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ ഇത്ര കണ്ട് ഒരു ടീമിനെ നിരീക്ഷിക്കുക, അവരുടെ ചിന്താഗതികളെ മനസ്സിലാക്കുക, ആത്മഗതം പോലും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രഗത്ഭനായിട്ടുള്ള, കാരണം അങ്ങനെയാണല്ലോ വളർന്നു വന്നിട്ടുള്ളത് അടിത്തട്ടിൽ നിന്ന്. ഈ മോദി വരുന്നത് രാഷ്ട്രീയമായിട്ട് വലിയ ഒരു മാറ്റം ഉണ്ടാക്കുന്ന പ്രതീക്ഷയിലാണ് കേരളത്തിലെ BJP നടത്തുള്ളത്. എന്താണ് ശോഭേശ്വര വ്യക്തിപരമായിട്ടുള്ള നിരീക്ഷണം ഈ ഒരു സന്ദർശനം കൊണ്ട്? രാഷ്ട്രീയമാണ് ഇപ്പോൾ നമുക്കറിയാം, ക്രിസ്ത്യൻ വോട്ടുകൾ BJPയിലേക്ക് വരാനുള്ള സാധ്യതകൾ ഒരു ഭാഗം വിലയിരുത്തുന്നുണ്ട്, അതിന് ചർച്ചകൾ നടക്കുന്നുണ്ട്. മോദിയുടെ ഈ സന്ദർശനം രാഷ്ട്രീയമായിട്ട് BJPക്ക് എന്ത് നേട്ടം ഉണ്ടാക്കും? എന്തെല്ലാം കാര്യങ്ങളായിരിക്കും? ഞാൻ ഈ സന്ദർശനത്തെ കാണുന്നത് കേവലം ഒരു രാഷ്ട്രീയപരമായി ഭാരതീയ ജനതാ പാർട്ടിക്ക് കുറച്ച് വോട്ടുകൾ കിട്ടുക എന്നുള്ളതല്ല. ഞാൻ കാണുന്നത് കേരളത്തെ അഡ്രസ് ചെയ്യാൻ വേണ്ടി വീണ്ടും വരുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഭാവി പ്രധാനമന്ത്രിയാണ്. അങ്ങനെ ഒരാൾ വരുന്ന സമയത്ത് എന്തുകൊണ്ട് സിംഗപ്പൂരിനേക്കാൾ മനോഹരമാക്കി കേരളത്തിന്റെ ടൂറിസം സാധ്യതകളെ, കേരളത്തിന്റെ തീരദേശ മേഖലയെ, ഇവിടെ ദുരിതമനുഭവിക്കുന്ന ആളുകളെ, ഇവരെയെല്ലാം അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് പ്രധാനമന്ത്രിയുടെ കണ്ണുകൾ പതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തിനു പറയുന്നു, ഇവിടെ മൃഗസംരക്ഷണ വകുപ്പിന് വേണ്ടിയിട്ട് മനുഷ്യർക്ക് അത്യാപത്ത് വരുന്ന സമയത്ത് അവരെ ചികിത്സിക്കാനുള്ള മൊബൈൽ ആംബുലൻസ് സംവിധാനങ്ങൾ വരെ വേണമെന്ന് തീരുമാനമെടുത്തുകൊണ്ട് ഇവിടത്തെ BJP നേതാവ് ശോഭാ സുരേന്ദ്രന്റെ വാക്കുകളാണ് കേട്ടത്. അവർ വലിയ ആവേശത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ഈ പരിപാടിയെ കാണുന്നത്. വലിയ മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ്. അതോടൊപ്പം ഇപ്പോൾ